ഇത് നമ്മൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ്സസ് ഇൻ ബീംസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ബെൻഡിങ് ഫോഴ്സ് കൊണ്ട് അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് കൊണ്ട് ബെൻഡിങ് സ്ട്രെസ്സസ് ഉണ്ടാവുന്നു, അതേപോലെ ഷിയർ ഫോഴ്സസ് കൊണ്ട് ഷിയർ സ്ട്രെസ് ഉണ്ടാവുന്നു. സോ ഷിയർ സ്ട്രെസ്സസ് ഇൻ ബീംസ് ആർ ഡ്യൂ ടു ദ ഷിയർ ഫോഴ്സ് ആക്ടിങ് ഓവർ ഇറ്റ്. ഓക്കെ, അപ്പൊ ഈ ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വെർട്ടിക്കലി അക്രോസ് ദ ക്രോസ് സെക്ഷൻ ആയിരിക്കും. ഇങ്ങനെയായിരിക്കും ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു ഏരിയയിലായിരിക്കും ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഒരു സെക്ഷൻ നമ്മൾ എടുത്തിരുന്നു. ആദ്യം ഈ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടി അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ഡി എക്സ്, ഒരു ലെങ്ത് ഡി എക്സ്, ഹിയർ എഫ് പ്ലസ് ഡി എഫ് ഇൻ ദിസ് ലെയർ അല്ലെങ്കിൽ ഇൻ ദിസ് ഫേസ്, ഹിയർ എഫ് ഈസ് ആക്ടിങ്, ഹിയർ എ മൊമെന്റ് എം ഈസ് ആക്ടിങ്, ഹിയർ എം പ്ലസ് ഡി എം ആക്ട് ചെയ്യുന്നു. ഇങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ ഉണ്ടാക്കിയിരുന്നല്ലോ. അപ്പൊ ഈ ഒരു ഫോഴ്സ് കൊണ്ട് ഈ ഒരു ക്രോസ് സെക്ഷനിൽ ഷിയർ സ്ട്രെസ് ഉണ്ടാവും. ഇവിടെ എഫ് പ്ലസ് ഡി എഫ് കൊണ്ട് വേറൊരു ഷിയർ സ്ട്രെസ് ഉണ്ടാവും. എനിവേ ദീസ് ടു ഫേസസ് ഹാവിംഗ് സം ഹൊറിസോണ്ടൽ സ്ട്രെസ്സസ്, ഇസ്ന്റ്? ആ ഹൊറിസോണ്ടൽ ഫോഴ്സസ്, ഈ ഒരു വെർട്ടിക്കൽ സ്ട്രെസ്സസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഈ ഒരു വെർട്ടിക്കൽ ഷിയർ ഫോഴ്സ് ഇവിടെ ഉള്ളതുകൊണ്ട് വെർട്ടിക്കൽ സ്ട്രെസ്സസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. സപ്പോസ് ദാറ്റ് ഷിയർ സ്ട്രെസ് ഇസ് ടോ അല്ലെങ്കിൽ ക്യൂ. ഇത് താഴോട്ട് ആക്ട് ചെയ്യുന്നു, ഇവിടെ മുകളിലേക്ക് ആക്ട് ചെയ്യുന്നു. ഇത് നമ്മൊരു കണ്ടീഷൻ പഠിച്ചിട്ടുണ്ട്. വെൻ ഷിയർ സ്ട്രെസ് ഇസ് ആക്ടിങ് ഓൺ ദ പ്ലെയിൻസ്, പാരലൽ പ്ലെയിൻ, there will be complementary shear stress acting on the perpendicular planes. ഇതേ ഈക്വലന്റ് ആയിട്ടുള്ള ഒരു കോംപ്ലിമെന്ററി ഷിയർ സ്ട്രെസ് will be acting on this plane also. ഈ ഹൊറിസോണ്ടൽ ലെയറിലേക്ക് ആക്ട് ചെയ്യും. അങ്ങനൊരു കോംപ്ലിമെന്ററി ഷിയർ സ്ട്രെസ് ഇവിടെ ഈ ഹൊറിസോണ്ടൽ ലെയറിൽ ആക്ട് ചെയ്യുമ്പോൾ, സപ്പോസ് നമുക്ക് കുറേ ലെയേഴ്സ് ഉള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ, ഇതാണ് ബീമിന്റെ ഒരു ക്രോസ് സെക്ഷൻ, കുറെ ലെയേഴ്സ് ആണ്. അപ്പൊ ഇവിടെ ഈ ഒരു ലൈനിൽ ഒരു ഷിയർ സ്ട്രെസ്, ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത്, അങ്ങനെയാണല്ലോ ഷിയർ സ്ട്രെസ് ഉണ്ടാകുന്നത്, ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് ആ ലെയർ, ഇതാണ് ആ ലെയർ എന്ന് വിളിക്കാം, അതിന്റെ തൊട്ട് താഴെയുള്ള ലെയറിന്റെ മുകളിൽ, ലെയറിന്റെ അടിയിലൊരു, അതിന്റെ കോണ്ടാക്ട് ഏരിയയിൽ ഒരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും, അല്ലെ? ഒരു ലെയർ മറ്റേ ലെയറിന്റെ മുകളിൽ നീങ്ങുന്ന സമയത്ത് അതിന്റെ ആ കോണ്ടാക്ട് ഏരിയയിലാണ് ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുക. അപ്പൊ ഇവിടെ ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നത് ഈ ഒരു ലെയറിന്റെ അടിയിലെ അത്രയും ഏരിയയിലായിരിക്കും. അത്ര ഏരിയ എന്ന് പറയുന്നത്, സപ്പോസ് ബി ഇസ് ദ വിഡ്ത്ത്, ഡി എക്സ് ഇസ് ദ ലെങ്ത് ഓഫ് ദ എലമെന്റൽ പോർഷൻ, അല്ലെങ്കിൽ ആ ലെയറിന്റെ ലെങ്ത് ഡി എക്സും വിഡ്ത്ത് ബി ആണെങ്കിൽ ഇത്രയും കോണ്ടാക്ട് ഏരിയയിലായിരിക്കും ആ ഒരു ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ഷിയർ സ്ട്രെങ്ത് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ടു ദ മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അവിടെ ആയിരിക്കും. ഒരു ലെയറിന്റെ മുകളിൽ മറ്റേത് മൂവ് ചെയ്യുമ്പോൾ ആ അടിവശത്തായിരിക്കും ഫ്രിക്ഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവുക. സോ ഈ ഒരു ഷിയർ സ്ട്രെസ് ഇവിടെ ഡെവലപ്പ് ചെയ്തു ഈ വെർട്ടിക്കൽ ഫോഴ്സ് കോമ്പോണൻസ് കൊണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കോംപ്ലിമെന്ററി ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും മുകൾ ലെയറിൽ. ആ കോംപ്ലിമെന്ററി ഷിയർ ഫോഴ്സ് കൊണ്ട് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ലെയറിന്റെ ഇടയിലുള്ള ഗ്യാപ്പിലായിരിക്കും. അപ്പൊ അവിടുത്തെ റെസിസ്റ്റൻസിനനുസരിച്ചാണ് ഇതിന്റെ ഷിയർ കപ്പാസിറ്റി ഉണ്ടാവുക, അല്ലെ? സപ്പോസ് ദാറ്റ് ഷിയർ സ്ട്രെങ്ത് ഈസ് ടോ. ഈ ടോ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെങ്ത് ആണ്, അല്ലെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെങ്ത് ആണെങ്കിൽ മാക്സിമം അവൈലബിൾ ഷിയർ റെസിസ്റ്റൻസ് എന്തായിരിക്കും ഇവിടെ? ദിസ് ടോ ഇൻറ്റു ദിസ് മച്ച് ഏരിയ ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്ന മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ആ ഏരിയ എന്താണ്? ഡി എക്സ് ഇൻറ്റു ബി ആയിരിക്കും. സോ ടോ ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ബി എന്നതാണ് ഇവിടെ ഇതിന്റെ ഉള്ളിൽ ഇന്റേണലി ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഷിയർ റെസിസ്റ്റിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഷിയർ റെസിസ്റ്റിംഗ് സ്ട്രെസ്സസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് ഈ എഫ് ഇവിടെ ഷിയർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ആ ഷിയർ ക്രിയേറ്റ് ചെയ്ത സമയത്ത് അവിടെ ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്തു. ഈ ഷിയർ സ്ട്രെസ് കൊണ്ട് കോംപ്ലിമെന്ററി ഷിയർ സ്ട്രെസ് ഉണ്ടായി. ഈ കോംപ്ലിമെന്ററി ഷിയർ സ്ട്രെസ് ആണ് ഈ പ്ലെയിനുകളെ തമ്മിൽ മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോഴാണ് ഷിയറിംഗ് ഉണ്ടാവുന്നത്. അപ്പൊ അതിനെ റെസിസ്റ്റ് ചെയ്യപ്പെടുന്നത് ഈ പ്ലെയിനിന്റെ അടിയിലുള്ള റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസ് ആണ് ഈ മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ ഈ ബീമിന്റെ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോഴ്സ് കൊണ്ട് ഈ ഷിയർ സ്ട്രെങ്ത്തിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അത് മൂവ് ചെയ്തിട്ട് ഫെയിലർ ആയി പോകും. ആ ലെയർ തമ്മിൽ മൂവ് ചെയ്യും, അവിടെ ബ്രേക്കിംഗ് വരും, ഫെയിലർ വരും, അല്ലെ? അപ്പൊ ഇവിടെ ഈ ബീമിന്റെ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ടോ. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ ഷിയർ സ്ട്രെസ്സിന്റെ കോൺസെപ്റ്റ്? ഒന്നുകൂടി പറയാം. ലോഡ് ആക്ട് ചെയ്യുന്നു,
ഷിയർ ഫോഴ്സസ് ഉണ്ടാവുന്നു ക്രോസ് സെക്ഷനിൽ. ആ ഷിയർ ഫോഴ്സ് കൊണ്ട് അവിടെ ഷിയർ സ്ട്രെസ്സസ് ഉണ്ടാവുന്നു. ഈ ഷിയർ സ്ട്രെസ് കൊണ്ട് കോംപ്ലിമെന്ററി ഷിയർ സ്ട്രെസ് ഉണ്ടാവുന്നു. ഈ കോംപ്ലിമെന്ററി ഷിയർ സ്ട്രെസ് കൊണ്ട് ഉണ്ടാവുന്ന ഫോഴ്സസ് ആണ് ഈ ലെയറിന്റെ ഉണ്ടാക്കുന്ന ഷിയറിന്റെ കാരണമാകുന്ന ഫോഴ്സസ്. അപ്പൊ ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ ലെയറിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് ക്യൂ അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് ടോ എന്ന് പറഞ്ഞാൽ ഈ ഒരു എലമെന്റൽ ഏരിയ, സപ്പോസ് ദാറ്റ് ഈസ് ഡി എ, അത്ര ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡി എ ഇൻറ്റു ദിസ് ടോ. അത്രയും ഫോഴ്സ് കൊണ്ടായിരിക്കും ഇതിനെ ഹൊറിസോണ്ടൽ മൂവ് ചെയ്യാൻ നോക്കുന്നത്. ആ മൂവ് ചെയ്യാൻ പോകുന്ന ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ഈ മെറ്റീരിയലിന്റെ ഷിയർ സ്ട്രെങ്ത് ടോയും അവിടുത്തെ ഇത്രയും ക്രോസ് സെക്ഷൻ ലെയറിന്റെ അടിയിലെ ക്രോസ് സെക്ഷൻ ഏരിയയിലാണ് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഈസ് ദ ഷിയർ സ്ട്രെസ് വിച്ച് ഈസ് ഡെവലപ്ഡ് ഡ്യൂ ടു ദ ഷിയർ ഫോഴ്സസ്. അപ്പൊ നമുക്ക് ഡെഫിനേഷൻ ഉദ്ദേശിക്കാലോ, എന്താണെന്ന് പറയാലോ. വാട്ട് ഈസ് ഷിയർ സ്ട്രെസ് ഇൻ എ ബീം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഷിയർ സ്ട്രെസ് ഇൻ എ ബീം. ഇറ്റ് ഈസ് ദ സ്ട്രെസ് ഡെവലപ്ഡ് ഡ്യൂ ടു ഷിയർ ഫോഴ്സസ് ആക്ടിംഗ് ഓൺ ദ ബീം. Stress developed due to the shear forces acting on the beam is known as shear stress. Okay. ഇനി അതിന്റെ ഡെറിവേഷൻ നമുക്ക് നോക്കാം. So going for the definition of that shear stress formula, consider an elemental portion of a beam of length dx subjected to bending and shear forces. Consider the section AB and CD at a distance small dx. On the face AB, shear force is F and the bending moment is M, and on the face CD, the shear force is F plus dF and bending moment is M plus dM. Consider a layer GH at a distance small y from the neutral axis. Let dA be the cross-section area of that layer GH. This is the cross-section view ആണ്, ഇത് longitudinal section view ആണ്. ഇനി ഈ എം കൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന ബെൻഡിങ് സ്ട്രെസിന്റെ ഇക്വേഷൻ നമുക്കറിയാം, യൂസിങ് ദ ബെൻഡിങ് ഇക്വേഷൻ. അപ്പൊ നെക്സ്റ്റ് ലൈൻ, ഫ്രം ദ ബെൻഡിങ് ഇക്വേഷൻ എം ബൈ ഐ ഈക്വൽ ടു എഫ് ബൈ വൈ ഈക്വൽ ടു ഇ ബൈ ആർ. ഫ്രം ദ ബെൻഡിങ് ഇക്വേഷൻ എം ബൈ ഐ ഈക്വൽ എഫ് ബൈ വൈ ഈക്വൽ ഇ ബൈ ആർ, കോമ the bending stress on GH at AB F equal to M by I into Y. Next line. But if dA is the area of cross section, the force acting due to this bending stress, the force acting horizontally due to this bending stress. ഇവിടെ എങ്ങനെ ഹൊറിസോണ്ടലി ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? ഇവിടെ ഈ ഒരു ബെൻഡിങ് സ്ട്രെസ് ഇങ്ങനെ വളയ്ക്കൽ ചെയ്യുന്നത്. ഇപ്പൊ വളയ്ക്കുന്ന സമയത്ത് ഈ ക്രോസ് സെക്ഷൻ ഏരിയയിലേക്കാണ് ഒരു ബെൻഡിങ് സ്ട്രെസ് അവിടെ ആക്ട് ചെയ്യപ്പെടുന്നത്. അതായത് ഡി എ എന്ന ഏരിയയിലേക്കാണ് ആ ബെൻഡിങ് സ്ട്രെസ് പ്രസ് ആവുന്നത്, അല്ലെ? ഇങ്ങനെ വളയ്ക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെ പ്രസ് ആവുന്ന സമയത്ത് ആ ലെയറിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു ബെൻഡിങ് സ്ട്രെസ് കൊണ്ട് ജി എച്ച് എന്ന ലെയറിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ബെൻഡിങ് സ്ട്രെസ് ഇൻറ്റു ഏരിയ ആയിരിക്കും, അല്ലേ? ഓക്കെ. സോ ദ ഫോഴ്സ് ജനറേറ്റഡ് ഓൺ ജി എച്ച് ഡ്യൂ ടു ദിസ് ബെൻഡിങ് സ്ട്രെസ് എഫ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി എ. ദ ഫോഴ്സ് ജനറേറ്റഡ് ഓൺ ജി എച്ച് ഡ്യൂ ടു ദിസ് ബെൻഡിങ് സ്ട്രെസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി എ. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫിന്റെ ഇക്വേഷൻ നമുക്കറിയാം, എം ബൈ ഐ ഇൻറ്റു വൈ ഇൻറ്റു ഡി എ. അപ്പൊ ഈ ഒരു ലൈനിൽ ജി എച്ച് എന്ന ലെയറിന്റെ മുകളിൽ ആക്ട് ചെയ്യപ്പെടുന്ന ആ ഒരു ഫോഴ്സ് ഡ്യൂ ടു ദിസ് ബെൻഡിങ് സ്ട്രെസ് വിൽ ബി എം ബൈ ഐ ഇൻറ്റു വൈ ഇൻറ്റു ഡി എ. ഇനി നമുക്ക് ഈ ഒരു ലൈൻ നോക്കാം, ഈ ഒരു ക്രോസ് സെക്ഷനിൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. അവിടെയും ജി എച്ചിന്റെ ലെയറിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ ഡി എ തന്നെയാണ്. പക്ഷെ അവിടേക്ക് ബെൻഡിങ് സ്ട്രെസ് കൂടും, കാരണം ഡി എക്സ് ഡിസ്റ്റൻസ് എടുത്തുകൊണ്ട് ബെൻഡിങ് സ്ട്രെസ് കൂടും. സോ നെക്സ്റ്റ് ലൈൻ എഴുതാം, ബെൻഡിങ് സ്ട്രെസ് ഓൺ GH at CD, bending stress on GH at CD equal to F plus DF, that is equal to M plus DM by I into Y. കാരണം ഇവിടെ മൊമെന്റ് M plus DM ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഫ് പ്ലസ് ഡി എഫ്
ഇൻറ്റു അവിടുത്തെ ക്രോസ് സെക്ഷൻ ഏരിയ ഡി ആയിരിക്കും അല്ലേ. അപ്പോൾ എഴുതാം ദ ഹൊറിസോണ്ടൽ ഫോഴ്സ് ജനറേറ്റഡ് ഓൺ ദ ലെയർ ജി എച്ച്, ദ ഹൊറിസോണ്ടൽ ഫോഴ്സ് ജനറേറ്റഡ് ഓൺ ദ ലെയർ ജി എച്ച് അറ്റ് സി ഡി ഈക്വൽ ടു എഫ് പ്ലസ് ഡി എഫ് ഇൻറ്റു ഡി എ, ദാറ്റ് ഈസ് ഈക്വൽ ടു എം പ്ലസ് ഡി എം ബൈ ഐ ഇൻറ്റു വൈ ഇൻറ്റു ഡി എ. അപ്പൊ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എം പ്ലസ് ഡി എം ബൈ ഐ ഇൻറ്റു വൈ ഇൻറ്റു ഡി ആണ്. നേരത്തെ ഉണ്ടായിരുന്ന എത്രയായിരുന്നു? എം പ്ലസ് ഐ എം ബൈ ഐ ഇൻറ്റു വൈ ഇൻറ്റു ഡി ആണ്. അപ്പൊ ദിസ് എം പ്ലസ് എം ബൈ ഐ ഇൻറ്റു വൈ ഇൻറ്റു ഡി ഇങ്ങോട്ട് ആക്ട് ചെയ്യും, ഇത് ഇവിടേക്ക് ആക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അത് ഇവിടെ എം പ്ലസ് ഡി എം ബൈ ഐ ഇൻറ്റു വൈ ഇൻറ്റു ഡി ആയിരിക്കും ഉണ്ടാവുക, ഇവിടെ എം ബൈ ഐ ഇൻറ്റു വൈ ഇൻറ്റു ഡി ആയിരിക്കും. അപ്പൊ രണ്ടും ഒരു ഡിഫറെന്റ് ഫോഴ്സ് ആയി മാറി. അപ്പൊ അവിടുത്തെ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്തായിരിക്കും? ദിസ് മൈനസ് ദിസ് ആയിരിക്കും അല്ലെ. നെക്സ്റ്റ് ലൈനിൽ എഴുതുക ദ അൺബാലൻസ്ഡ് ഫോഴ്സ് ഓൺ ദ ലെയർ ജി എച്ച്, ദ അൺബാലൻസ്ഡ് ഫോഴ്സ് ഓൺ ദ ലെയർ ജി എച്ച് ഈക്വൽ ടു unbalanced force on the layer GH is equal to m plus dm by I into y dA minus m by I into y dA, that is equal to dm by I into y dA. Alle, this is the unbalanced force acting on this layer GH which is at a distance y. Clear aanallo? Next line is Therefore, the total unbalanced force acting on the area above GH, total unbalanced force acting on the area above GH will be equal to integral of dm by I into y dA equal to integral dm by I into y dA equal to integral dm by I into y dA. So ആ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ് ഇന്റഗ്രൽ dm by I into y dA. അത് ആക്ട് ചെയ്യുന്ന എവിടെയാണ്? ഇത്രയും പോർഷനിൽ വരുന്ന ക്രോസ് സെക്ഷണൽ ഏരിയയിൽ. ദാറ്റ് മീൻസ് ദാറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ വിൽ ബി എബോവ് y. അപ്പോൾ y എന്ന ഡിസ്റ്റൻസിന്റെ മുകളിലുള്ള ഇത്രയും ക്രോസ് സെക്ഷണൽ ഏരിയയിലാണ് ആ ഒരു നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് മാറ്റിയാൽ എന്ത് വരും? ദിസ് വിൽ ബി ഈക്വൽ ടു ടേക്കിംഗ് ദ ഡി എം ബൈ ഐ പുറത്തെടുക്കാം. സോ ഡി എം ബൈ ഐ ഇൻറ്റു ഇന്റഗ്രൽ വൈ ഡി എ. ഈ ഇന്റഗ്രൽ വൈ ഡി എ എന്താ? നമ്മൾ മെക്കാനിക്സ് പഠിച്ചിട്ടുണ്ട്. വൈ ബാർ ഈക്വൽ ടു y1 a1 പ്ലസ് y2 a2 ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ എ, അല്ലെങ്കിൽ ഇന്റഗ്രൽ വൈ ഡി എ ഡിവൈഡ് ബൈ ഇന്റഗ്രൽ ഡി എ. ഇങ്ങനെ കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? വൈ ബാർ എന്ന് പറഞ്ഞാൽ ഈ വൈ ഡി എ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏരിയ ആണ്. സോ ഇന്റഗ്രൽ വൈ ഡി എ വിൽ ബി, ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എ വൈ ബാർ എന്ന് എഴുതാൻ പറ്റും. സോ ഇന്റഗ്രൽ വൈ ഡി എ വിൽ ബി, ഇൻ ദിസ് ഇക്വേഷൻ ഇറ്റ് വിൽ ബി ഡി എം ബൈ ഐ ഇൻറ്റു എ വൈ ബാർ എന്ന് എഴുതാൻ പറ്റും. Integral d equal to dm by I into a y bar, where എഴുതേണ്ടത് where a is the area of cross section above GH, where a is the area of cross section above the layer GH, is the area of cross section above the layer GH. y bar എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ ആ ലെയറിന്റെ സെൻട്രോയിഡിലേക്ക് ഈ ന്യൂട്രൽ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും ആ y bar എന്ന് പറയുന്നത്. സോ ഇതിന്റെ സെൻട്രോയിഡിലേക്ക് ഉള്ള ഡിസ്റ്റൻസ് ആണ് y bar. So A is the area of the cross section above the layer GH and y bar is the distance to the centroid of that area above GH. Distance to the centroid of that area above GH. Okay. ഇനി നമുക്ക് ഈ ഒരു, അപ്പൊ ഇവിടെ കിട്ടിയ എന്താ? ഈ ഒരു ക്രോസ് സെക്ഷനിലെ ഏരിയയിൽ മൊത്തം ഇത്രയും ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ അത്രയും ഫോഴ്സ് കൊണ്ട് ആ മൊത്തം ലെയർ അവിടെ മൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയല്ലേ ഷിയർ ഉണ്ടാവുന്നത്.
നമുക്കറിയാം ഷിയർ ഉണ്ടാവുന്നത് ഈ ഒരു മെറ്റീരിയൽ ഷിയർ ഉണ്ടാവുന്ന സമയത്ത് ഇവിടെ ഈ ഒരു രീതിയിലേക്ക് മാറ്റം ചെയ്യപ്പെടുമ്പോൾ ഓരോ ലെയറും തൊട്ടടുത്ത ലെയറിന്റെ മുകളിലേക്ക് തൊട്ടടുത്ത ലെയർ ഇങ്ങനെ അല്ലെ, ഇപ്പൊ ഇങ്ങനെയാണ് കുറെ ലെയർ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലേക്കാരും ഒരു ലെയർ മറ്റു ലെയറിന്റെ മുകളിലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇവിടെ ഈ ലെയറിന്റെ അടിയിലാണ് ഒരു റെസിസ്റ്റൻസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് ആയിരിക്കുമല്ലോ. ദാറ്റ് റെസിസ്റ്റൻസ് ഈസ് ബിക്കമിങ് ദ ഷിയർ സ്ട്രെങ്ത് ഓഫ് ദിസ് ലെയർ. അപ്പൊ ഷിയർ ചെയ്യപ്പെടാതിരിക്കാനുള്ള അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഈ രണ്ട് ലെയറിന്റെ ഇടയിലുള്ള ഒരു ഫ്രിക്ഷൻ കൊണ്ടായിരിക്കും. ദാറ്റ് വിൽ ക്രിയേറ്റ് ദ ഷിയറിംഗ് റെസിസ്റ്റൻസ്. സപ്പോസ് ടോ ഈസ് ദ ഷിയർ സ്ട്രെങ്ത് അല്ലെങ്കിൽ ക്യൂ ഈസ് ദ ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ലെയറാണ് ഒരു ലെയറാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ലെയർ മറ്റേ ലെയറിന്റെ മുകളിലേക്കാണ് മൂവ് ചെയ്ത് പോകുന്നത്. അപ്പൊ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവുന്നത് ഈ ലെയറിന്റെ ക്രോസ് സെക്ഷനിൽ ഈ ലെയറിന്റെ അടിയിലത്തെ ഏരിയയിലായിരിക്കും. അപ്പൊ അവിടെ ഷിയർ സ്ട്രെങ്ത് ടോ ആണെങ്കിൽ റെസിസ്റ്റിംഗ് ഷിയർ റെസിസ്റ്റൻസ് എത്രയായിരിക്കും, അല്ലെങ്കിൽ ഷിയർ റെസിസ്റ്റന്റ് എന്തായിരിക്കും, ഷിയർ റെസിസ്റ്റിംഗ് ഫോഴ്സ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് എന്തായിരിക്കും? ഇത്രയും ക്രോസ് സെക്ഷൻ ഏരിയയിൽ ഉണ്ടാവുന്ന ഷിയർ സ്ട്രെങ്ത് ആയിരിക്കും. ദാറ്റ് ഇസ് ടോ ഇൻറ്റു ഈ ക്രോസ് സെക്ഷൻ ഏരിയ. നമ്മളെടുത്ത എലമെന്റൽ ലെങ്ത് dx ആണ്. ഇതിന്റെ ബീമിന്റെ വിഡ്ത്ത് b ആണെങ്കിൽ ഈ ഏരിയ എന്തായിരിക്കും? b ഇൻറ്റു dx ആയിരിക്കും അല്ലേ. സോ ഷിയർ സ്ട്രെങ്ത്തും ഈസ് ആക്ടിങ് ഓവർ ദിസ് മച്ച് ഏരിയ. ഒരു ലെയറിന്റെ അടിയിലെ മൊത്തം ഏരിയയിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഷിയർ റെസിസ്റ്റിംഗ് പവർ എന്തായിരിക്കും? ടോ ഇൻറ്റു b ഇൻറ്റു dx ആയിരിക്കും. ആ ലെയറിന്റെ അടിയിലത്തെ ക്രോസ് സെക്ഷൻ, ലെയറിന്റെ അടിയിലത്തെ ഏരിയ, ആ ലെയറിന്റെ അടിയിലത്തെ ഏരിയ ആണ്. സോ b ഇൻറ്റു dx ടോ ഇൻറ്റു. സോ ദിസ് വിൽ ബി ദ ഷിയർ റെസിസ്റ്റൻസ് ജനറേറ്റഡ് അല്ലെങ്കിൽ ഷിയർ റെസിസ്റ്റിംഗ് ഫോഴ്സ് ജനറേറ്റഡ്. സോ ടോ ഇൻറ്റു b ഇൻറ്റു dx ദിസ് വിൽ ബി ദ ഷിയർ സ്ട്രെങ്ത് അല്ലെങ്കിൽ ദിസ് വിൽ ബി ദ ഷിയർ സ്ട്രെസ് എന്ന് പറയാം. സോ നെക്സ്റ്റ് ലൈൻ ചെയ്താ ലെറ്റ് ടോ ബി ദ ഷിയർ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഷിയർ റെസിസ്റ്റൻസ്. Let tau be the shear resistance of the material. Shear resistance of the material. Then the shear force developed. Then the shear force developed between the layers. Shear force developed between the layers is equal to. Shear force developed between the layers is equal to tau into b into dx. Tau into b into dx അല്ലെങ്കിൽ q into b into dx, where tau അല്ലെങ്കിൽ q is the shear strength. Tau or q is the shear strength. Next line. Therefore we can equate this shear resistance with the shear force acting. We can equate this shear resistance with the shear force acting. ഇതാണ് shear force acting. So we can equate the shear resistance to the shear force acting. That is tau b dx is equal to dm by I into ay bar. Or tau equal to dm by dx into ay bar by ib. That is dm by dx പണ്ട് ഷിയർ ഫോഴ്സിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഫ് ഇസ് ഈക്വൽ ടു dm by dx എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, where f is the shear force. So this is equal to f into, that is tau is equal to f into a y bar by ib. This is the shear stress in the equation. Next line. That is shear stress tau equal to അല്ലെങ്കിൽ നമുക്ക് q ഉപയോഗിക്കാം, മറന്നു മാറിപ്പോണ്ട, q എന്ന ടേം ഉപയോഗിക്കാറുണ്ട്. shear stress tau is equal to f into a y bar by ib. f into a y bar by ib. Hence the proof. അപ്പോൾ ഈ ഒരു പ്രൂഫ് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ എക്സാമിന് വരെ ചോദിച്ചതാണ്. എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഡിറൈവ് ദ ഷിയർ സ്ട്രെസ് ഇൻ എ ബീം. സോ ടോ ഈക്വൽ ടു എഫ് ഇൻറ്റു എ വൈ ബാർ ബൈ ഐ ബി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ പ്രൂഫ് മൊത്തം ഞാൻ പറഞ്ഞു. ഇത് ഇതേപോലെ നിങ്ങൾ എഴുതിയെടുക്കുക, ചെയ്ത് പഠിക്കുക.
ടെക്സ്റ്റിൽ ഞാൻ അതിന്റെ കോപ്പി തരാം, പക്ഷെ അതിൽ ചെറിയ എക്സ്പ്ലനേഷൻ ഒക്കെ വ്യത്യാസം ഉണ്ടാവും. ഇത് നിങ്ങൾ ഈസി ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ പെട്ടെന്ന് ഈ 4-5 സ്റ്റെപ്പ് കൊണ്ട് ഇത് പറഞ്ഞിരിക്കുന്നത്. സോ റൈറ്റ് ഡൗൺ ദി സ്റ്റെപ്സ്, ഇതേപോലെ തന്നെ എഴുതിയെടുക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക, പഠിക്കുക. ഓക്കെ. Here also we have some assumptions and limitations of the shear formula. ഇത് ബൈഹാർട്ട് ചെയ്യണം, ഇതും ചോദിക്കാറുള്ളതാണ്. What are the assumptions in the formula for shear force in a beam? എപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ പോയിന്റ് മെറ്റീരിയൽസ് ഹോമോജനസ് ആൻഡ് ഐസോട്രോപിക്, വ്യത്യാസമില്ല. മെറ്റീരിയൽ ഓബേസ് ഹൂക്സ് ലോ, അതിലും വ്യത്യാസമില്ല. പിന്നെ നേരത്തെ പഠിച്ച മറ്റതിലൊരു ബെൻഡിങ് സ്ട്രെസ് ആയിരുന്നു ലിമിറ്റേഷൻ പറഞ്ഞത്, അതിന് പകരം ഇവിടെ ഷിയർ സ്ട്രെസ് ഡസ് നോട്ട് എക്സീഡ് ദ അലോവബിൾ ഷിയർ സ്ട്രെസ് ഓഫ് ദ മെറ്റീരിയൽ. അവിടെ മറ്റടുത്ത കേസിൽ ബെൻഡിങ് സ്ട്രെസ് ഡസ് നോട്ട് എക്സീഡ് ദ അലോവബിൾ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറഞ്ഞു. ഇവിടെ തിരിച്ച് ഷിയർ സ്ട്രെസ് മാത്രം വന്നു. ദെൻ ഷിയർ സ്ട്രെസ് ഇസ് യൂണിഫോം ഓവർ ദ വിഡ്ത്ത് ബി where the shear stress is calculated. ആ വിഡ്ത്തിൽ മൊത്തം ഒരേപോലെയാണ് ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ. Then shear formula would not give accurate results when used to calculate the shear stress at a point where there is a sudden change of cross section. ഒരു ചെറിയ ലിമിറ്റേഷൻ ആണത്. ഒരു സഡൻ ചേഞ്ച് വന്നാൽ അവിടെ ഈ ഷിയർ ഫോഴ്സിൽ അത് ക്രോസ് സെക്ഷൻ ഏരിയയിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം വന്നാൽ ഈ ഇക്വേഷനിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എക്സാക്ട്ലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂല. Then shear formula does not give accurate results when applied to members having cross sections that are short or flat. ക്രോസ് സെക്ഷൻ വളരെ ചെറുതോ അല്ലെങ്കിൽ വല്ലാതെ ഫ്ലാറ്റോ ആയ സ്ഥലങ്ങളിൽ ഇത് അത്ര എഫക്റ്റീവ് അല്ല. സോ ദീസ് ആർ ദ ടു ലിമിറ്റേഷൻസ് ആൻഡ് ദീസ് ആർ ദ അസംഷൻസ്. ഓക്കെ, ഇത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ബൈഹാർട്ട് ചെയ്യലേ വഴിയുള്ളൂ. ബൈഹാർട്ട് ഇറ്റ്. ഓക്കെ, ഇനി നമുക്കിതിൽ 1-2 ഡെഫിനിഷൻ, വളരെ ഡെറിവേഷൻ വളരെ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നതാണ്, അത് ചെയ്ത് പഠിക്കാൻ വേണം. ഒന്നാമത്തത് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ എ ബീം ഓഫ് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ. ഇതിൽ 2 തരത്തിലാണ് ചോദ്യം ചോദിക്കാറുള്ളത്. ഒന്ന് ഫുൾ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്, അറൌണ്ട് 7, 8, 10 മാർക്സ് ഒക്കെ ആയിട്ട്. ചിലപ്പോൾ അതിന് പകരം ഡ്രോ ദ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ എന്ന് പറയും. അപ്പൊ നിങ്ങൾ ഇത്ര മാത്രം വരച്ചു വെച്ചാൽ മതി. ഒരു ക്രോസ് സെക്ഷൻ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ വരയ്ക്കുന്നു, അവിടെ ഷിയർ സ്ട്രെസിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കുന്നു. ചിലപ്പോൾ 1 മാർക്ക് 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിരിക്കും. ഇത് മാത്രം വരച്ചിട്ട് ഈ ടോമാക്സിന്റെ ഇക്വേഷൻ എഴുതി വെക്കുക. ടോമാക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് വാല്യൂ എന്ന് എഴുതി വെച്ചാൽ ആ 2 അല്ലെങ്കിൽ 3 മാർക്ക് അവിടെ കിട്ടി. വേറെ ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ല. സോ വിൽ ബി സീയിങ് ഹിയർ ബോത്ത് ദ ഡെറിവേഷൻ ആസ് വെൽ ആസ് ദ ഫിഗർ. ഓക്കെ, അപ്പോൾ കൺസിഡർ എ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ. ഇതാണ് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ഓഫ് ABCD. ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോമുല പറഞ്ഞ പോലെ GH എന്ന ലെയർ എടുത്തു, അറ്റ് ഡിസ്റ്റൻസ് y. ഈ GH എന്ന ലെയറിന്റെ മുകളിലുള്ള മൊത്തം ഏരിയയാണ് ടോട്ടൽ A. ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ അല്ലേ, ടോ ഇസ് ഈക്വൽ ടു F × A y bar by IB. A എന്ന് പറയുന്നത് ഈ GH എന്ന ലെയറിന്റെ മുകളിലെ മൊത്തം ഏരിയയാണ് A. y bar എന്ന് പറയുന്നത് ആ ലെയറിലേക്കുള്ള ഡിസ്റ്റൻസിന്റെ സെൻട്രോയിഡ് ആണ്. അല്ല, ആ ലെയറിന്റെ മുകളിലേക്കുള്ള ഈ ഏരിയയുടെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂട്രൽ ആക്സിസ് ആണ്. ദാറ്റ് ഇസ് y bar. ദെൻ B എന്ന് പറയുന്നത് ഈ ക്രോസ് സെക്ഷണൽ വിഡ്ത്ത് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഏരിയ എങ്ങനെ കാണാം? ഏരിയ എന്ന് പറയുന്നത് B × ദിസ് മച്ച് ലെങ്ത് ആണ്. ഈ ലെങ്ത് എന്ന് പറയുന്നത് ഈ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് എത്ര വരും? ഇത് ടോട്ടൽ ഇവിടെ നിന്നിട്ട് ഇവിടം വരെ ഉള്ളത് D/2 ആണ്. ടോട്ടൽ ലെങ്ത്തിന്റെ പകുതിയാണ് ന്യൂട്രൽ ആക്സിസ്. D/2. D/2 മൈനസ് y ആയി കഴിഞ്ഞാൽ ഈ ഡെപ്ത് കിട്ടി അല്ലേ. ഇപ്പൊ B × D/2 മൈനസ് y ആണ് ഇവിടുത്തെ ക്രോസ് സെക്ഷൻ ഏരിയ. ഇനി ഈ ക്രോസ് സെക്ഷൻ ഏരിയന്റെ സെൻട്രോയിഡിലേക്ക് y ബാർ വിൽ ബി y പ്ലസ് ഇതിന്റെ പകുതി ആയിരിക്കും. സോ y പ്ലസ് ഹാഫ് ഓഫ് ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D/2 ഇൻ മൈനസ് y ആണ്. സോ y പ്ലസ് ഹാഫ് ഇൻറ്റു D/2 മൈനസ് y, ആ ഡിസ്റ്റൻസ് കിട്ടി y ബാർ. ഇപ്പൊ ഇതെല്ലാം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി വിൽ ബി ഗെറ്റിംഗ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് ടോ ഇസ് ഈക്വൽ ടു ദിസ് മച്ച് ആൻഡ് ഫൈനലി ടോ ഇസ് ഈക്വൽ ടു ദിസ് ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇതാണ് ഫൈനൽ ടോ ഫോർ ദിസ് റെക്ടാങ്കുലർ സെക്ഷൻ ഇക്വേഷൻ. ഈ ഇക്വേഷനകത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ടോ ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് y. വൈന്റെ പവർ, y ആണ് വേരിയബിൾ, വൈന്റെ പവർ 2 ആണ്. അപ്പോൾ വേരിയേഷൻ എങ്ങനെയായിരിക്കും? വിൽ ബി പാരബോളിക് ആയിരിക്കും. നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിലും ബെൻഡിങ് ഡയഗ്രത്തിലൊക്കെ പറഞ്ഞൊരു കാര്യമായിരുന്നു അല്ലേ. അപ്പൊ ഈ അങ്ങനെയാണ് ഈ സ്ട്രെസ് ഡയഗ്രാം ഇങ്ങനെ പാരബോളിക് ആയിട്ട് മാറാൻ കാരണം. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ്റെ അകത്ത് വൈന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൈന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ
നമുക്ക് അറിയുന്ന y എന്ന് പറഞ്ഞാൽ ഇതൊരു റെക്ടാങ്കിൾ ആയതുകൊണ്ട് yന്റെ വാല്യൂ നമുക്ക് d/2 കൊടുക്കാം. d/2 കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രീം ലെയറിൽ കിട്ടി. y ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ y എന്ന് പറഞ്ഞാൽ ഇതാണ്. y ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ ന്യൂട്രൽ ആക്സിസ് കിട്ടി. അപ്പൊ രണ്ട് വാല്യൂസും കൊടുത്തു നോക്കാം. ആദ്യം തന്നെ y ഈക്വൽ ടു d/2 കൊടുത്താൽ ദ ടോപ്പ് ആൻഡ് ബോട്ടം ലെയേഴ്സാണ് കിട്ടുക. അപ്പോൾ d/2 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടോ 0 ആയിട്ട് മാറി. സോ ദ ഷിയർ സ്ട്രെസ് ഇസ് 0 അറ്റ് ദ ടോപ്പ് ആൻഡ് ബോട്ടം ലെയേഴ്സ് വെൻ y ഈക്വൽ ടു d/2. ഇനി എപ്പോഴാണ് മാക്സിമം ഉണ്ടാവുക? ഇവിടെ y മൈനസ് y ആയതുകൊണ്ട് y 0 കൊടുത്താൽ ഇത് വിൽ ബി മാക്സിമം ആയിരിക്കും. സോ മാക്സിമം വിൽ ബി വെൻ y ഈക്വൽ ടു 0, ദാറ്റ് ഇസ് അറ്റ് ദ ന്യൂട്രൽ ലെയർ. ദ മാക്സിമം വാല്യൂ ഓഫ് ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു ടോ മാക്സിമ. y ഈക്വൽ ടു 0 കൊടുത്താൽ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. അതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് 3/2 ഓഫ് f/bd എന്ന് കിട്ടി. ദാറ്റ് ഇസ് ദ ടോ മാക്സിമം ഇസ് ഈക്വൽ ടു 3/2 f/bd. ദിസ് f/bd, ഷിയർ ഫോഴ്സ് ബൈ ഏരിയ, this is generally known as average shear stress. F/A is average shear stress അല്ലെങ്കിൽ ടോ ആവറേജ്. സോ ടോ മാക്സിമം ഈക്വൽ ടു 3/2 ഓഫ് ടോ ആവറേജ്. അത് ന്യൂട്രൽ ആക്സിസിൽ. അപ്പോൾ ഇവിടെ വേരിയേഷൻ വരുന്നത് ഇവിടെ ടോ മാക്സിമ, ദാറ്റ് ഈസ് ടോ 3/2 ഓഫ് ടോ ആവറേജ്, രണ്ട് എൻഡിലും 0 ആൻഡ് ദ വേരിയേഷൻ ഈസ് പാരബോളിക്. ക്ലിയർ? ഇത് ഈ ഒരു ഫിഗർ അറ്റ്ലീസ്റ്റ് തറവായിരിക്കണം, അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്യണം. പിന്നെ ഈ പ്രൊസീജിയർ വളരെ ഈസി അല്ലേ? നമുക്ക് ആകെ അറിയാനുള്ളത് ഇക്വേഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. ബാക്കിയെല്ലാം ജോമെട്രിക്കലി ഡിറൈവ് ചെയ്യാനുള്ളതാണ്, അല്ലേ? ജോമെട്രിക്കലി നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. അത് പ്രാക്ടീസ് കൂടെ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇത് മാത്രമേ ഇവിടെ ബൈഹാർട്ട് ചെയ്യാനുള്ളൂ. ഇതും ഈ ഒരു ഫിഗറിന്റെ പ്രോപ്പർട്ടിയും. ഓക്കെ, ഇനി ഇതിലെ അടുത്തത് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ എ ബീം ഓഫ് സർക്കുലർ ക്രോസ് സെക്ഷൻ. നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ. ഫസ്റ്റ് ഇക്വേഷനിലേക്ക് വരുന്ന ഓരോന്നിന്റെയും ഡെറിവേഷൻ, ജനറേഷൻ ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ നേരത്തെ ചെയ്ത പോലെ ഒരു സ്പെസിഫിക് ഡയമെൻഷൻ അല്ലാത്തത് കൊണ്ട് ഈ ഒരു ഇന്റഗ്രേഷൻ എടുത്തു. കാരണം ഇവിടെ നമ്മൾക്ക് ഓരോ ലെയറിലും മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഈ ബി വിഡ്ത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്, വേരിയബിൾ ആണ്, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ രീതിയിലൊരു ഇക്വേഷനാണ് എടുത്തത്. y ബാർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ y ay ബൈ ഇന്റഗ്രൽ a എന്നൊരു ഇക്വേഷൻ എടുത്തു. ആ രീതിയിലാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ കൺസിഡർ an element of thickness dy at a distance y from the neutral axis. അപ്പൊ ആ ഒരു എലമെന്റൽ ഏരിയ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ബി ആണ്, ബി ഇൻറ്റു അതിന്റെ ഈ തിക്നെസ് dy ആണ്. അപ്പൊ അത് ക്രോസ് സെക്ഷൻ ഏരിയ വിൽ ബി dy ഇൻറ്റു വിഡ്ത്ത് ബി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മുകളിലേക്കുള്ള മൊത്തം ഏരിയന്റെ എന്തായിരിക്കും? ഫ്രം y ടു എക്സ്ട്രീം എൻഡ്, y ടു d/2 അല്ലെങ്കിൽ y ടു r ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഫിഗറിന്റെ അകത്ത് നിന്ന് ഇങ്ങനൊരു സാധനം കിട്ടും. സോ ഫൈനലി ഇത് ഡെറിവേഷൻ ചെയ്ത് നോക്കണേ. ആൻഡ് വിൽ ബി ഗെറ്റിംഗ് കണ്ടീഷനെ വെച്ച് നോക്കുമ്പോൾ ഫൈനലി ടോ ഇൻറ്റു f(a) y ബാർ ബൈ ib എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 1/3 ഓഫ് f/i ഇൻറ്റു r സ്ക്വയർ മൈനസ് y സ്ക്വയർ എന്ന് കിട്ടും. ഇനിയും അവിടെ നമ്മൾ വൈയുടെ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. y ഈക്വൽ ടു 0 ആകുമ്പോൾ ഇവിടെ മാക്സിമം കിട്ടും. y ഈക്വൽ ടു r ആകുമ്പോൾ 0 കിട്ടും. ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ന്യൂട്രൽ ആക്സിസിൽ മാക്സിമം രണ്ട് എൻഡിലും 0 ആയിരിക്കും. ഇനി ന്യൂട്രൽ ആക്സിസ് മാക്സിമത്തിൽ y ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ കിട്ടി. അതിനെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഷിയർ ഫോഴ്സ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഹാഫ് ഓഫ് അല്ലെങ്കിൽ ആവറേജ് ഷിയർ സ്ട്രെസ് എന്ന് കിട്ടും. ഇത് സോ 4/3 ഓഫ് ആവറേജ് ഷിയർ സ്ട്രെസ് എന്ന രീതിയിലേക്ക് അതിനെ മാറ്റാൻ പറ്റും. ദാറ്റ് ഈസ് ടോ മാക്സിമം ഈസ് ഈക്വൽ ടു 4/3 ഓഫ് ടോ ആവറേജ്. നേരത്തെ റെക്ടാങ്കിളിന്റെ കിട്ടിയത് 3/2 ഓഫ് ടോ ആവറേജ് ആയിരുന്നു. ഇവിടെ 4/3 ഓഫ് ടോ ആവറേജ് ആണ്. കിട്ടിയല്ലോ? ഓക്കെ, ഇതും ഇക്വേഷൻ ബൈ ഹാർട്ട് ആയിരിക്കണം. ആ പ്രോസസ്സ് ചെയ്ത് പഠിക്കാം. അടുത്തതാണ് ട്രയാങ്കുലർ ക്രോസ് സെക്ഷന്റെ വേരിയേഷൻ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാൻ. ഇത് നിങ്ങളുടെ ജസ്റ്റ് സീനിയർ ബാച്ചിലെ എസ് എ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. അതുവരെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ കൊല്ലം ചോദിച്ചത് ഈ എക്സ്പ്രഷൻ ആയിരുന്നു. അപ്പോൾ ഇവിടെയും ബേസിക് ഇക്വേഷൻ ഇതാണ്. അതിൽ എങ്ങനെയാണ് ഓരോ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു എലമെന്റൽ ഏരിയ കൺസിഡർ ചെയ്യുക, അതിനെ ഡെറിവേറ്റീവ് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള വാല്യൂസ് കണ്ടുപിടിക്കുക. ആ രീതിയിൽ വേണം ഇത് ചെയ്യാൻ. സോ ട്രൈ ഇറ്റ് വിത്ത് ദിസ് എക്സ്പ്ലനേഷൻ.
ഈ എക്സ്പ്ലനേഷനിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. ഇതൊക്കെ ഇവിടെ എക്സ്പ്ലെയിൻഡ് ആണ്. ഈ സാധനം വളരെ നീറ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. യു ഗോ ത്രൂ ദിസ് ആൻഡ് ബൈ ഹാർട്ട് ഇറ്റ്. ഓക്കെ, നിർബന്ധമാണത്, നിർബന്ധമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. സോ ഫൈനലി അറ്റ്ലീസ്റ്റ് ഈ ഇതൊക്കെ പഠിച്ചു വെച്ചാൽ 2 മാർക്കും കിട്ടും. ടോ മാക്സിമം ഈസ് ഈക്വൽ ടു 1.5 ഓഫ് ടോ ആവറേജ്. Okay, start about the theory part in this shear stress distribution.